കമനീയ കിശോരമുഗ്ധമൂർത്തേ കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കൊണിതാദൃദാനനേന്തോ മമ വാജി വിജൃംഭതാം മുരാരേ മധുരിം ന കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂ നയനാഞ്ജലവഞ്ചിതം വിജേതാം മമ വാങ്മയജീവിതം യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. പള്ളിയോർവാസിനം ശന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം. പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതത്തിലെ മർമ്മമായിട്ടുള്ള ദശമസ്കന്ധം നിരോധം എന്ന ലീലയോട് കൂടിയിട്ടുള്ള ദശമസ്കന്ധത്തില് ഗുരുദക്ഷിണ എന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇന്നലെ നമ്മൾ യശോദ നന്ദഗോപന്മാർക്ക് വേണ്ടതായിട്ടുള്ള ഒരു വിശേഷ രത്നം തന്നെയാണ് ഭഗവാൻ കൊടുത്തുവിട്ടത്. എന്താണ് വിശേഷ രത്നം? അവരിത്രകാലം അച്ഛനമ്മമാരായിക്കൊണ്ട് ഉണ്ണിയാണെന്ന് വിചാരിച്ച കണ്ണന്റെ ആ ഒരു മായാമാണവകോഹരി, ആ മായാമാനുഷ രൂപത്തെ മാറ്റിക്കൊണ്ട് യഥാർത്ഥ ഈശ്വരനായിട്ട് കണ്ടു അവർക്ക്. അവര് കംസവധ അവസാനിക്കുന്നത് എങ്ങനെയാണ്? അടുത്തുപോലും നിന്നില്ല എന്ന് പറയാണ്. എന്തോ ഉണ്ണികളെന്നുള്ളൊരു ഭാവം വിട്ട് ഈശ്വരനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ ആ കൈകൂപ്പിക്കൊണ്ടുള്ള ഒരു നിൽപ്പ്, ആ ഭഗവാൻ വേഗം മനസ്സിലായി എന്നാ പറയാ. വേഗം ചെന്ന് പാദങ്ങൾ വീണങ്ങ് നമസ്കരിച്ചു. അച്ഛാ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെന്ന് നമസ്കരിച്ചു എന്ന് പറയാം. അപ്പൊ മനസ്സിലായി. അവിടുന്ന് പറഞ്ഞു നന്ദഗോപരോട്, അച്ഛാ യശോദ അമ്മയോട് പറയണം, ഞാൻ വേഗം വരാം. ഞങ്ങളിവിടെ കംസനെ ഭീതിയായിക്കൊണ്ട് ഉണ്ടായതായിട്ടുള്ള ആ ദുഃഖം കൊണ്ടാണ് ഞങ്ങൾ വരാഞ്ഞത്. ആ വ്രജവാസികൾക്കൊക്കെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവിടുന്ന് പറഞ്ഞു വിട്ട രംഗങ്ങളാണ്. പിന്നീടാണ് ആ നന്ദഗോപരും കൂട്ടരും ഒക്കെ യാത്രയായതിനു ശേഷം ദേവകി വസുദേവന്മാര് അവർക്കും വീണ്ടും എന്താണ് അവരെ മായയിലേക്ക് വലിച്ചയക്കുകയാണ് ശരിക്കും. ഉണ്ണിയുടെ ഉപനയനം നടത്തണ്ടേ ഇനി? ഇനി ഒരു രണ്ടാമത്തെ ജന്മം ദ്വിജൻ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വിപ്രനായിട്ട് ജനിക്കണം. അപ്പൊ അതിനുവേണ്ടി വിധിക്കപ്പെട്ടതായിട്ടുള്ള ഉപനയനമൊക്കെ അവിടെ നടത്തിച്ചു. അതിനു വേണ്ടിയിട്ട് അവിടെ അഥ ശൂരസുതോ രാജൻ പുത്രയോ സമകാരയൽ പുരോധസ ബ്രാഹ്മണൈശ്ച യഥാവൽ ദ്വിജസംസ്കൃതിം തേഭ്യോ ദാദ്ദക്ഷിണാഗാവോ രുക്മമാലാ സ്വലം കൃതാഃ സ്വലം കൃതേഭ്യഃ സംപൂജ്യ സവത്സാക്ഷൗമമാലിനീ അഥ ശൂരസുതഃ. അവിടെ പറയുന്നു, ആ പുരോഹിതനായിട്ടുള്ള ഗർഗമഹർഷിയും മറ്റ് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും എല്ലാവരും കൂടിയാണ് ആ ഉപനയനാദി കർമ്മങ്ങളൊക്കെ അവിടെ നിർവഹിച്ചത് എന്നും അവർക്കെല്ലാം എന്താണ് ധാരാളം വസ്ത്രങ്ങള് അലങ്കാരങ്ങളൊക്കെ കൊടുത്തു. പിന്നെയോ ധാരാളം ദക്ഷിണ ഒക്കെ നൽകി. കാരണം ഈ ഒരു കാര്യമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനം. ഉപനയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
താൻ ഒരു അടുത്ത ആ ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് ശരിക്കും. ഓരോ ഘട്ടങ്ങളാണ്. അപ്പം അതിന് വേണ്ട പോലെ ഈ ജീവിതത്തില് ഒരു ബ്രാഹ്മണനായിട്ട് ജനിച്ചാല്, ക്ഷത്രിയനായിട്ട് ജനിച്ചാല്, വൈശ്യനായിട്ട് ജനിച്ചാല് വേണ്ട പോലെ ഈ ജീവിതം സാഫല്യമാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന ചടങ്ങാണ് ഉപനയനം. അതുകൊണ്ട് ധാരാളം ദക്ഷിണയൊക്കെ നൽകി വിധിയാവണ്ണം അവരെ പൂജിച്ച് എന്നിട്ട് അവിടെ പറയുന്നുണ്ട് എന്താണ്, സ്വലം കൃതേഭ്യ സമ്പൂജ്യ സവത്സാ ക്ഷൗമമാലിന. അവിടെ പറയുന്നു രുക്മമാലാഹ, അതാണ് എടുത്ത് കാണേണ്ടത്. നമുക്കറിയാം സാധാരണ പ്രത്യക്ഷ പശുദാനം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, കൊമ്പ് സ്വർണം കെട്ടണം അല്ലെ, അതുപോലെ തന്നെ കുളമ്പ് വെള്ളി കെട്ടണം, ഇത്രയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രുക്മമാല പതിവില്ല അല്ലെ. ഇവിടെ പറയാണ് അവിടെ എന്താണ്, കൊമ്പും കുളമ്പും ഒക്കെ സ്വർണം കെട്ടി പൊന്മാല തന്നെ അണിയിച്ചു, പൊന്നുകൊണ്ടുള്ള മാല അണിയിച്ച് വീരാളിപ്പട്ട് പുതച്ചതായിട്ടുള്ള ആ പശുക്കളെയൊക്കെ, പൈക്കുട്ടികളോടുകൂടി പശുക്കളെയൊക്കെ അവിടെ രാമകൃഷ്ണന്മാർക്ക് വേണ്ടിയിട്ട് വസുദേവര് അത് ദാനം ചെയ്തു അല്ലെ. ആ രാമനും കൃഷ്ണനും ജനിച്ച ദിവസം വസുദേവർ എവിടെയാണ്, കാരാഗ്രഹത്തില്. അപ്പം അവിടെ വെച്ച് ഉള്ളുകൊണ്ട് സങ്കല്പദാനം ചെയ്തു. ശരിക്ക് ജനിച്ച ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമാണത് അല്ലെ. അപ്പം സങ്കല്പദാനം അന്ന് ചെയ്തിരുന്നു. അപ്പൊ അന്ന് മനസ്സിൽ കരുതിയതൊക്കെ പിന്നീട് അത് അധർമ്മമായിക്കൊണ്ട് കംസനാൽ അപഹരിക്കപ്പെടുകയും ചെയ്തിരുന്നതായിട്ടുള്ള ആ ദേയ വസ്തുക്കൾ ഒക്കെ ഏവയെന്ന് ഓർമ്മിപ്പിച്ച് വീണ്ടെടുത്ത് അത് ഈ അവസരത്തിൽ അതെല്ലാം വിധിപ്രകാരം അവർ ചെയ്തു എന്ന് പറയാണ്. അപ്പൊ ശരിക്ക് രാമകൃഷ്ണന്മാര് യാദവരല്ലേ എന്ന് ചോദിക്കാം. യാദവരാണെങ്കിലും ആരാണ്, ക്ഷത്രിയരാണ് എന്ന് പറയും. ക്ഷത്രിയരും ശരിക്കും പറഞ്ഞാൽ ദ്വിജന്മാരാണ്. അവർക്കും ഉപനയനാദി സംസ്കാരാദികളൊക്കെ ഉണ്ട്. ബ്രഹ്മ ക്ഷത്രിയ വിക്ഷൂദ്ര വർണ്ണസ്വാദ്യാസ്ത്രയോ ദ്വിജാഹ എന്ന് പറയും. യാജ്ഞവൽക്യ സ്മൃതിയിൽ പറയുന്നത് ഈ ക്ഷത്രിയര്, വൈശ്യര്, അതുപോലെ തന്നെ ശൂദ്രര്, ഇവരല്ല, ഈ എല്ലാ വർണ്ണത്തിൽപ്പെട്ടവർക്കും ഈ ഉപനയനം എന്നുള്ളതുണ്ട് എന്ന് പറയാണ്. പിന്നെ കാലത്തിന്റെ വ്യത്യാസങ്ങളുണ്ട്. ബ്രാഹ്മണനാണെങ്കിൽ എന്താണ്, 16 വയസ്സിനപ്പുറം വയ്യ എന്ന് തന്നെയാണ്. 16 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉപനിക്കേണ്ട കാര്യമില്ല, ഉപനിക്കാൻ വയ്യ, ഉപനിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അതുപോലെ ക്ഷത്രിയന് 22 വയസ്സ്, അതുപോലെ തന്നെ വൈശ്യനാണെങ്കിൽ 24. ഇതാണ് ആ ഉപനയനത്തിന്റെ പരമാവധി പ്രായപരിധി എന്ന് പറയാണ്. അത് അതിക്രമിച്ചാലോ, അത് അതിക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗായത്രി ഉപദേശിക്കരുത്. കാരണം ഉപനയനത്തിന്റെ ഏറ്റവും പ്രധാനം എന്താണ്, ഗായത്രിയാണ് അല്ലെ. അപ്പം അത് പിന്നീട് ഉപദേശിക്കാനുള്ള ഒരു എന്താണ് വിധിയില്ല എന്നാണ് പറയാ. അപ്പം ഇനി അത് തന്നെയല്ല, അവര് സംസ്കാരശൂന്യനായിട്ട് പതിക്കുകയും ചെയ്യും എന്ന് പറയാണ്. അവിടെ രാമകൃഷ്ണന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പ്രായപരിധിയൊന്നും വിട്ടിട്ടില്ല ശരിക്ക്. കാരണം വ്രജത്തിലേക്ക് പോകുമ്പോൾ തന്നെ ശരിക്കും ഭഗവാന് 10 വയസ്സ് പ്രായം എന്നാണ് പറയുന്നത്. 10 വയസ്സും 8 മാസമാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പം ഭഗവാന്റെ പ്രായത്തിന് വ്യത്യാസമൊന്നുമില്ല. 16 വയസ്സിൽ അല്ലെങ്കിൽ 22 വയസ്സാണ് ക്ഷത്രിയർക്ക് പറയുന്നത്, അതിനുള്ളിൽ നിൽക്കും എന്ന് പറയാണ്. ഇനിയോ ഉപനയനം നടത്തേണ്ടത് ശരിക്കും പറഞ്ഞാല് പിതാവോ പിതാമഹനോ, പിതാമഹൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ അല്ലെ, ഒന്നെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ മുത്തശ്ശൻ വേണം ഈ കർമ്മം ചെയ്യാൻ എന്ന് ബ്രാഹ്മണരുടെ ഇടയിൽ പറയാറുണ്ട്. എന്തേ അതിന് കാരണം എന്ന് ചോദിച്ചാല്, ആരാണോ ഈ ഗായത്രി ഉപദേശിച്ചത് അവരുടെ പിണ്ടം വെക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്, പിണ്ടകർത്താവായിട്ട് മാറും എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് സാധാരണ രീതിയിൽ അച്ഛനോ അല്ലെങ്കിൽ മുത്തച്ഛനോ ആണ് പതിവ് ബ്രാഹ്മണരുടെ ഇടയിൽ. എന്നാൽ ക്ഷത്രിയരോ വൈശ്യരോ അവരുടെ ഇതില് അവരങ്ങനെയല്ല വേണ്ടത്, പുരോഹിതൻ തന്നെ വേണം. പിതാമഹോ ഭ്രാത, അവിടെ പറയും പുരോഹിതൻ തന്നെ വേണം എന്ന് അവിടെ പറയും, ഈ ക്ഷത്രിയന്മാർക്കും അല്ലെങ്കിൽ എന്താണ് വൈശ്യർക്കും ഒക്കെ. അതുകൊണ്ടാണ് ഇവിടെ ഗർഗൻ അവിടെ ആ രാമകൃഷ്ണന്മാരെ ഉപനയിച്ചത് എന്ന് അവിടെ കാണിച്ചു തരുന്നു. പിന്നീട് എന്താണ്, അവിടെ യാദവരുടെ ആ കുലഗുരുവായിട്ടുള്ള ഗർഗമഹർഷിയുടെ കാർമ്മികത്വത്തില് ഉപനയന പര്യന്തമുള്ള എല്ലാ സംസ്കാരങ്ങളും അവിടെ വിധി പോലെ അവിടെ ഇപ്പൊ രാമകൃഷ്ണന്മാരെന്തായി, ദ്വിജന്മാര് എന്ന അവസ്ഥ സമ്പാദിച്ച് ദൃഢനിശ്ചയത്തോടുകൂടി ഗായത്രം വ്രതമാസ്ഥിതോ, എന്താണ്
ഗായത്രി വ്രതം ആരംഭിച്ചു എന്ന് പറയാണ്. ആലോചിച്ച് നോക്കുക, സന്ധ്യാവന്ദനം എന്നുള്ളത് ഒരിക്കലും മുടക്കാൻ വയ്യാത്തൊരു കാര്യമാണെന്ന് പറയാം. അപ്പം അത് വ്രതമായിട്ട് എടുക്കുകയാണ് ഇവിടെ. അതാണ് നമ്മൾ ബ്രാഹ്മണരെ പൂജിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതാണ് അത് വ്രതമായിട്ട് ജീവിതത്തിൽ ഇനി ഉടനീളം എന്തിനു വേണ്ടിയിട്ടാണ്? ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്. ധിയോയോ ന പ്രചോദയാൽ, ഹേ സവിതാതാവേ, ഹേ ആദിത്യ ഭഗവാനെ, എൻ്റെ ബുദ്ധി വേണ്ട പോലെ പ്രചോദിപ്പിക്കണേ. എന്തിന്? ഈ ലോകത്തുള്ള എല്ലായിടങ്ങളിലും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതാണെന്നുള്ള ആ ഒരു ബുദ്ധി എൻ്റെ ഉള്ളിൽ അവിടുന്ന് തെളിയിക്കണേ. ഈ ഒരു സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ജീവിച്ചോളാം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ശരിക്കും ഗായത്രി. അതിനെൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണേ. ഇപ്പൊ ദിവസവും ഇങ്ങനെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനുണ്ട്. നിസ്വാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അവിടെ. ഇതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മളൊക്കെ എന്തിനാ പ്രാർത്ഥിക്കുക? നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അല്ലെ? അതല്ല, അത് പ്രാർത്ഥനയല്ല ശരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈശ്വരനെ പോലെ ബ്രാഹ്മണരെ കാണണം എന്ന് പറയുന്നത്. ഗായത്രി ഉപാസനയുള്ളവരെയൊക്കെ നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും എന്ന് പറയുന്നതാണ്. എന്തായാലും അവിടെ ആ രാമകൃഷ്ണന്മാർക്ക് നന്ദഗോപര് ഇനിയിപ്പോൾ നമുക്ക് സംശയിക്കാം, ഇതിനു മുമ്പുള്ള ഷോഡശ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കാം അല്ലെ? ഗർഭാധാനം, പുംസവനം, സീമന്തം, അതുപോലെ തന്നെ ജാതകർമ്മം, നാമകരണം തുടങ്ങിയതായിട്ടുള്ള ഷോഡശക്രിയകളിൽ അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ജാതകർമ്മമൊക്കെ ചെയ്തു എന്ന് അവിടെ പറയുന്നുണ്ട്. പിന്നെയോ അവിടെ ആ കർണവേദം ഗോകുലത്തില് തന്നെ നടന്നതായിട്ട് കർണാഭരണങ്ങളൊക്കെ അണിയിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ കർണവേദം കഴിയാതെ പറ്റിയല്ല. എന്തായാലും പിന്നെ ഉപനയനാണ്. അങ്ങനെ ആ സംസ്കാരങ്ങളുടെയൊക്കെ ക്രമം അതാണെന്ന് പറയുകയാണ്. പ്രഭവവും സർവവിദ്യാനാം സർവജ്ഞോ ജഗതീശ്വരോ നാന്യസിദ്ധാമലജ്ഞാനം ഗൂഹമാനോ നരേഹിതൈഹി. രാമകൃഷ്ണന്മാരെ ആരാണ് ശരിക്ക്? സർവവിദ്യാനാം സർവജ്ഞോ ജഗതീശ്വരോ അല്ലേ? അവര് സർവജ്ഞരാണ്, എല്ലാ വിദ്യകളുടെയും അല്ലെ പ്രഭാവമുള്ളവരാണ് ഈ രാമകൃഷ്ണന്മാർ, ഭഗവാൻ. അപ്പം അവർക്കുള്ള നിർമ്മലമായിട്ടുള്ള ജ്ഞാനം അന്യരിൽ നിന്നും ലഭിച്ചതല്ല. അത് പിന്നെന്താണ്? അതൊക്കെ സ്വയം അവരുടേതല്ലേ അറിവ് അല്ലെ? നമ്മൾ പറയാറില്ലേ ഭഗവാന്റെ ശ്വാസം എന്ന് പറയുന്ന വേദാണ്. അപ്പൊ പിന്നെ ഇനി എന്നാൽ ഈ മനുഷ്യ രീതിക്കനുസരിച്ചുകൊണ്ട് അവയെല്ലാം മാറ്റിവെച്ചു ഭഗവാൻ. മാറ്റിവെച്ച് ഒരു ഗുരുകുലവാസം നടത്തുവാൻ വേണ്ടി ഉദ്ദേശിച്ചു. അതിന് നേരെ കാശി സ്വദേശമായിട്ടുള്ള അല്ലെങ്കിൽ കാശി ഗോത്രജനായിട്ടുള്ള അവന്തിയിൽ താമസിക്കുന്ന സാന്ദീപനി മഹർഷി, ആ സാന്ദീപനി എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുള്ള ആചാര്യനും ആ ആചാര്യന്റെ അടുത്ത് ദേവകി വസുദേവന്മാരെ രാമകൃഷ്ണന്മാരെ കൊണ്ട് ചേർത്തു. അവിടെ അങ്ങനെ ആചാര്യ ഗൃഹത്തിൽ എങ്ങനെയാണോ പ്രവേശിക്കേണ്ടത് അത് വിധിയാവണ്ണം വേണ്ട പോലെയൊക്കെ അവിടെ നടത്തി. അങ്ങനെ ഗുരുസമീപത്തിൽ ചെന്ന് ആദരവോടുകൂടി ഇന്ദ്രിയ നിഗ്രഹത്തോടുകൂടി ആരും ദോഷം കാണാത്തതായിട്ടുള്ള രീതിയിൽ ആ ഗുരുശുശ്രൂഷ എങ്ങനെയാണ് എന്നുള്ളത് ലോകത്തെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് രാമകൃഷ്ണന്മാര് അവിടെ ഭക്തിപൂർവം അദ്ദേഹത്തെ ഉപചരിച്ചു എന്ന് പറയാണ്. അങ്ങനെ ഗുരുകുലവാസമൊക്കെ എങ്ങനെയാണെന്നുള്ളത് അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുക. തയോർദ്വിജവരസ്തുഷ്ട ശുദ്ധഭാവാനുവൃത്തിഭി പ്രോവാച വേദാനഖിലാൻ സാങ്കോപനിഷദോ ഗുരു. ആ അവിടെ ചെന്ന് എന്താണ് 64 കലകൾ, ആദ്യം വേദം, 4 വേദങ്ങൾ, ഋക്ക് യജുസ്സ സാമം അഥർവം, പിന്നെയോ വേദാംഗങ്ങൾ അല്ലെ, ശിക്ഷ, വ്യാകരണം, അതുപോലെ കൽപ്പം, നിരുക്തം, പിന്നെ ജ്യോതിഷം, ഛന്ദസ്, ഇങ്ങനെ 5. ഇതഞ്ചും എന്താണ്? അറിവിന്റെ 5 ഘടകങ്ങളാണ് എന്ന് പറയും. ശിക്ഷാ ഘാണന്തു വേദസ്യ. ശിക്ഷ എന്ന് പറയുന്നത് ഈ അറിവിനെ അല്ലെങ്കിൽ ഈശ്വരനെ മണത്തറിയാനുള്ളതാണ് ശിക്ഷ എന്ന് പറയുകയാണ്. പിന്നെയോ വേദസ്യ പാണി കൽപ്പാൻ, അതായത് പാണി കൈകളാണ്, ഈ അറിവിന്റെ കൈകളാണ് കൽപ്പം എന്ന് പറയുന്നത്. പിന്നെയോ പ്രജക്ഷതെ മുഖം വ്യാകരണം, ആ അറിവിന്റെ മുഖമാണ് വ്യാകരണം എന്ന് പറയുന്നത്. പ്രോക്തം നിരുക്തം ശ്രോത്രമുച്യത്തെ. പിന്നെ എന്താണ് ഈ നിരുക്തം എന്ന് പറയുന്നത്? എന്താണ്?
അറിവിന്റെ കണ്ണുകളാണ് എന്ന് പറയുന്നു. ഛന്ദോ പാദവും, ഛന്ദസ് എന്ന് പറഞ്ഞ പാദങ്ങളാണ്. വേദസ്യ വേദസ്യ ജ്യോതിഷം നേത്രമുച്യത്തെ. അപ്പം ഈ ജ്യോതിഷം എന്നുള്ളത് വേദത്തിന്റെ ഒക്കെ കണ്ണുകളാണ് എന്ന് പറയാണ്. അപ്പൊ ഇത് ഓരോന്നും, അപ്പം ഈ 6 അംഗങ്ങളും എന്താണ് ശരിക്ക്? ഈ 6 അംഗങ്ങളും വേദാംഗം എന്നല്ലേ പറയാ? എന്താ വേദാംഗങ്ങൾ എന്ന് പറഞ്ഞാല് വേദത്തിന്റെ അവയവങ്ങൾ. അപ്പൊ വേദത്തിന്റെ അവയവങ്ങളാണെങ്കിൽ ശിക്ഷ, വ്യാകരണം, കല്പം, നിരുക്തം, ജ്യോതിഷം, ഇതൊക്കെ. ജ്യോതിഷം എന്ന് പറയുന്നത് നേത്രങ്ങളാണ് എന്ന് പറയാണ്. ഛന്ദസ് എന്ന് പറയുന്നത് അത് പാദമാണ് എന്നും ഒക്കെ അവിടെ പറയുന്നു. നിരുക്തം എന്ന് പറയുന്നത് ശ്രോത്രമാണ്, കാതുകളാണ് എന്നൊക്കെ അവിടെ സൂചിപ്പിക്കുന്നു. എന്തായാലും ഇതിനൊക്കെ ഉപരിയായിക്കൊണ്ട് സരഹസ്യം ധനുർവേദം ധർമാന്യായപഥാം തഥാ തഥാച അന്വീക്ഷികീം വിദ്യാം രാജനീതിം ച ഷഡ്വിധാം. 6 വിധത്തിലുള്ള മറ്റ് വേദങ്ങൾ, മറ്റ് രീതിയിൽ, അതായത് വേദാംഗങ്ങൾ അധ്യയനം ചെയ്യിച്ചതിൽ പിന്നെ രഹസ്യ സ്വഭാവമുള്ള 6 അതാണ് അവിടെ പറയുന്നത്. ധനുർവേദം, രഹസ്യ സ്വഭാവമുള്ള ധനുർവേദം അവിടെ ഉപദേശിച്ചു. പിന്നെയോ മനുസ്മൃതി തുടങ്ങിയതായിട്ടുള്ള ധർമ്മശാസ്ത്രങ്ങള്, മീമാംസാദി ന്യായ ഗ്രന്ഥങ്ങള്, ന്യായശാസ്ത്രങ്ങള്, ആത്മവിദ്യ, പിന്നെയോ സന്ധി വിഗ്രഹാദി, ഇങ്ങനെയുള്ള 6 തരത്തിലുള്ള രാജനീതിക്ക് ഉതകുന്നതായിട്ടുള്ള ആ ശാസ്ത്രങ്ങളെയൊക്കെ ഭഗവാനെ അവിടെ അഭ്യസിച്ചു എന്ന് പറയാണ്. എല്ലാ വിദ്യകൾക്കും പ്രവർത്തകരായിട്ടുള്ള ഉപജ്ഞാതാക്കളായിട്ടുള്ള, അല്ലെങ്കിൽ ആ മനുഷ്യ ശ്രേഷ്ഠരായിട്ടുള്ള രാമകൃഷ്ണന്മാര് അല്ലെ? യഥാർത്ഥത്തില് ഈ വിദ്യയുടെ ഒക്കെ അല്ലെ അധിപൻ ആരാണ് ശരിക്ക്? രാമകൃഷ്ണന്മാര് തന്നെ അല്ലെ? ആ രാമകൃഷ്ണന്മാരെല്ലാം ആ ഗുരു ഒരു പ്രാവശ്യം ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട്, രാജനീതിയും സഹർനിഗതമാത്രേണ തൗ സജ്ജഗൃഹത്തുർനൃപ. ഒരിക്കൽ ചൊല്ലുക, സഹർനിഗതമാത്രേണ, ഒരിക്കൽ ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചൊല്ലിക്കൊടുക്കേണ്ട കാര്യമില്ല. അത് അതേപടി അത് അവിടുന്ന് വേണ്ട പോലെ ഗ്രഹിക്കുന്നു എന്ന് പറയാണ്. അങ്ങനെ അഹോരാത്രം, അതായത് 64 രാത്രി, അഹോരാത്രൈ ചതുഷ്ഷ്ട്യ സംയത്തോ താവതീ കലാഹ ഗുരുദക്ഷിണയാചാര്യം ചന്തയാമാസ തുർനൃപ. അഹോരാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? രാവും പകലും ഇല്ലാതെ സദാസമയവും ഈ 64 ദിവസങ്ങളെ കൊണ്ട് 64 കലകളെ അവിടെ ഭഗവാൻ അവിടുന്ന് അഭ്യസിച്ചു. ഏകാഗ്രതയുള്ള മനസ്സോടുകൂടി അവര് 64 അഹോരാത്രങ്ങളെ കൊണ്ട് ആ കലകളൊക്കെ അഭ്യസിച്ചു എന്ന് പറയാണ്. അപ്പൊ ചോദിക്കാം, ഇതിനിടയിൽ വാവും പ്രതിപദവും ഒക്കെ വരികയെന്ന്. യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞത് അവിടെ? 64 ദിവസം കൊണ്ട് 64 കലകളെ പഠിച്ചു എന്നാണ്. അവിടെ 64 ദിവസേ അവിടെ ഗുരുകുലവാസം ഉണ്ടായിരുന്നു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. പിന്നെന്താണ്? ധാരാളം കാലം ഭഗവാൻ അവിടെ താമസിച്ചിരുന്നു അവിടെ. അപ്പം അവിടെ 64 കലകള് 64 ദിവസം കൊണ്ട് തന്നെ. കാരണം 64 ദിവസം കൊണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തവണ പറഞ്ഞു കൊടുത്താൽ പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ആദ്യം വേദാംഗങ്ങൾക്കും അതുപോലെ തന്നെ ഈ അനധ്യായ ദിവസങ്ങളും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? കുറച്ചധികം കാലം എടുത്തു അവിടെ അവര് ഈ ഇതെല്ലാം കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ള ഭഗവാൻ തന്നെ ആരാണ് ശരിക്ക്? അഖില കലാത് ഗുരുർ നനർത്ത എന്ന് നമ്മൾ കാളിയവർദ്ധനത്തിൽ പറയും. എല്ലാ കലകളുടെയും ഗുരുനാഥൻ ആരാ? ഭഗവാൻ തന്നെയാണ്. എങ്കിൽ കൂടെയും യഥാർത്ഥത്തിൽ ഇനിയിപ്പം ആ ഗുരുനാഥനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വന്ന സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. എന്തായാലും ഭഗവാന്റെ ആ ഗുരുകുലവാസത്തെ കുറിച്ചൊക്കെ അവിടെ പറയുന്നു. അവിടെ അങ്ങനെ കലകളൊക്കെ ചൊല്ലിക്കൊടുത്താൽ പോരാ, അതെല്ലാം എന്താ ചെയ്യണം? അത് ചെയ്ത് കാണിക്കണം. അപ്പം ശരിക്കും പറഞ്ഞാൽ രാത്രിയും പകലും ഒക്കെ വേണ്ടിവരും എന്ന് പറയാണ് അവിടെ. അതാണ് 64 കലകള് അവിടെ. വാദ്യം, നൃത്യം, നാട്യം, ആലേഖ്യം, വിശേഷ ഛേദ്യം, ഇങ്ങനെ 64 കലകളെയും അവിടെ ഭഗവാൻ പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ആ രാമകൃഷ്ണന്മാരുടെ ഒരു സതീർത്ഥ്യനായിക്കൊണ്ട് ഒരു ബ്രാഹ്മണകുമാരനും ഉണ്ടായിരുന്നു എന്നും ആ ഗുരുകുലവാസത്തെ മുഖ്യ സംഭവം ഏതെന്നും ഒക്കെ നമുക്ക് ഇനി അല്ലെ സുധാമാവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നടന്ന ഓരോ സംഭവങ്ങളെ കുറിച്ചൊക്കെ സുധാമാവുമായിട്ട് ഭഗവാന്റെ സംവാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെയോ ദ്വിജസ്തയോസ്തം മഹിമാനമത്ഭുതം സംലക്ഷ്യ രാജൻ അതിമാനുഷിമതിം
സമ്മന്ത്യ പത്ന്യാ സമഹർണവേ മൃതം ബാലം പ്രഭാസേ വരയാം ബഭൂവഹ. ഭഗവാൻ ചോദിച്ചു, അല്ല ഗുരുനാഥ, ഞങ്ങൾ എന്ത് ആണ് ദക്ഷിണയായിട്ട് അവിടത്തേക്ക് തരേണ്ടത് ചോദിച്ചപ്പോഴത്തേക്കും ആ കാരണം ഇവരൊക്കെ യഥാർത്ഥത്തില് ഈശ്വരന്മാരാണെന്ന് പലതരത്തിലുള്ള അല്ലെ ഇവരുടെ കർമ്മങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതായിട്ടുള്ള സന്ദീപനി മഹർഷി, നിങ്ങളിവിടെ വന്നത് തന്നെ എൻ്റെ വലിയൊരു ദക്ഷിണയാണ് ശരിക്കും അല്ലെ. നിങ്ങളോട് ഒന്ന് സംവദിക്കാൻ സാധിച്ചത് തന്നെ, സത്സംഗം കിട്ടിയത് തന്നെ എൻ്റെ ജീവിതത്തില് എനിക്ക് വലിയൊരു ഭാഗ്യം തന്നെ. ഇതേ ഉള്ളൂ മനുഷ്യ ജന്മം കൊണ്ട് നേടിയെടുക്കാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒന്നും വേണ്ട ഉണ്ണികളെ എന്ന് അവരോട് പറഞ്ഞപ്പോഴും ഭഗവാൻ പറഞ്ഞു, അത് പോരാ, അങ്ങ് എന്താവശ്യപ്പെടുന്നോ അത് അങ്ങക്ക് തരാം. അപ്പം അറിയാം, സർവമായ മായകളെയും ജയിച്ച ഭഗവാൻ വിചാരിച്ചാല് എനിക്ക് നഷ്ടപ്പെട്ടതായിട്ടുള്ള ഉണ്ണി എനിക്ക് കൊണ്ടുതരാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇവരുടെ സർവോത്കൃഷ്ടമായിട്ടുള്ള ഈ ഈശ്വരത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്, പണ്ട് ആ പ്രഭാസത്തില് എൻ്റെ ഉണ്ണി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ഉണ്ണിയെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് അവിടെ പറഞ്ഞു. പിന്നെ അങ്ങനെ ഇത് കേട്ടതോടുകൂടി എന്താണ്, തമാഹ ഭഗവാനാശു ഗുരുപുത്ര പ്രദീയതാം യോസാവിഹത്വയാഗ്രസ്തോ ബാലകോ മഹതോർമിണ. ഒട്ടും സംശയിച്ചില്ല എന്നാണ്. എന്നാ ഭഗവാൻ വേഗം എന്തായി, എന്നാ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുനാഥന്റെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് നേരെ അവിടുന്ന് ആ പ്രഭാസത്തിലേക്ക് യാത്രയായി. ഇങ്ങനെ ഈ സമുദ്രത്തിലെ ശക്തിയേറിയ തിരമാലകളിൽപ്പെട്ട് വലയുന്നതായിട്ടുള്ള ആ ഒരു ബാലനെ അങ്ങ് കൊണ്ടുപോയി അവിടെ ചെന്ന് ആ സമുദ്രത്തിനായിട്ട് കണ്ടു. അവിടെ വരുണനെ കണ്ടു. വരുണനോടായിട്ട് പറഞ്ഞു അവിടുന്ന്, ഈ സമുദ്രത്തിലെ ശക്തിയേറിയ തിരമാലകളിൽ പെട്ട് വലയുന്ന ആ ഉണ്ണിയെ അങ്ങ് കൊണ്ടുപോയി. അതുകൊണ്ട് ഞങ്ങളുടെ ഗുരുനാഥന്റെ പുത്രനാണ് ആ ഉണ്ണി, അവനെ വേഗം ഞങ്ങൾക്ക് തിരിച്ചു തരണം. അങ്ങനെ ഭഗവാൻ അവിടുന്ന് പറഞ്ഞപ്പോഴേക്കും വരണം പറയാണ്, എന്താണ്, നൈവാഹാർഷ്ടമഹം ദേവ ദൈത്യ പഞ്ചജനോ മഹാൻ അന്തർജലജര കൃഷ്ണ ശങ്കരൂപധരോ സുര. അവിടെ ശംഖരൂപൻ എന്നു പേരായിട്ടുള്ള ഒരു പഞ്ചജനൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ ശംഖിന്റെ ആകൃതിയിലുള്ള ആ പഞ്ചജനൻ എന്നുള്ള ഒരു അസുരനാണ് അവനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പഞ്ചജനൻ എന്ന് പേരായിട്ടുള്ള ദിതിയുടെ വംശത്തിൽപ്പെട്ടതായിട്ടുള്ള മഹാശക്തനായിട്ടുള്ള ഒരു അസുരനാണ്. അപ്പം ഈ ഒരു സമുദ്രത്തിലെ സ്വൈരവിഹാരം നടത്തുന്നുണ്ട് ആ അസുരൻ. അപ്പൊ അവൻ തന്നെയാണ് യഥാർത്ഥത്തില് ഈ ഗുരുപുത്രനെ അപഹരിച്ചത്. ഇത് കേട്ട ഉടനെ എന്ത് ചെയ്തു ഭഗവാൻ, ഉടനെ തന്നെ ആ സമുദ്രത്തിലേക്ക് ഇറങ്ങി ആ പഞ്ചജനെ കണ്ടുപിടിച്ച് അവനെ നിഗ്രഹിച്ചു. പക്ഷെ നിഗ്രഹിച്ചെങ്കിലും അവന്റെ ഉദരത്തിൽ നിന്നും ഒന്നും ആ ഗുരുപുത്രനെ കാണാൻ സാധിച്ചില്ല എന്ന് പറയുകയാണ്. എന്തായാലും ആ പഞ്ചജനന്റെ ശരീരത്തിന്റെ പുറത്തോടായിട്ടുള്ള ആ ശംഖ് താൻ അത് കയ്യിലെടുത്തു. അതാണ് ഭഗവാന്റെ പഞ്ചജന്യം എന്ന പേരില്. അങ്ങനെ ആ ശംഖ് കയ്യിലെടുത്ത് രഥത്തിലേക്ക് കയറി അവിടുന്ന് ബലരാമനോട് കൂടി നേരെ എന്തായി, ഇനിയിപ്പോ എവിടെയാ അന്വേഷിക്കേണ്ടത്? ഇനി അന്വേഷിക്കേണ്ടത് അല്ലെ ധർമ്മരാജാവിന്റെ അടുത്ത്, യമധർമ്മരാജാവിന്റെ അടുത്ത്. ആ യമധർമ്മരാജാവിന്റെ പ്രിയപ്പെട്ട ആസ്ഥാനമായിട്ടുള്ള സംയമനി, ആ സംയമനിയിലേക്ക് അവിടെ പോയി. ഉവാചാവനത കൃഷ്ണം സർവഭൂതാശയാലയം ലീലാമനുഷ്യഹേ വിഷ്ണു യുവയോ കരവാമകിം. അപ്പം ആ സംയമനി എന്ന സ്ഥലത്ത് ചെന്ന് അവിടെ ചെന്ന് ഗംഭീരമായിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പാഞ്ചജന്യം അവിടുന്ന് മുഴക്കി എന്ന് പറയാണ്. അങ്ങനെ ശംഖ് വിളിച്ചു. ആ ശംഖിന്റെ ധ്വനി കേട്ടുകൊണ്ട് അധർമ്മികളെ അടക്കിയിരുത്തുന്നതായിട്ടുള്ള ആ യമധർമ്മൻ വന്ന് അവരെ ഭക്തിയാദരപൂർവം ഭഗവാന്മാരെ അവിടുന്ന് സ്വീകരിച്ചു പൂജിച്ചു. ഇങ്ങനെ അല്ലെ മനുഷ്യരൂപം ധരിച്ചതായിട്ടുള്ള ആ ഭഗവാനെ, ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭഗവാനെ അതാണ് അവിടെ, അങ്ങനെയാണ് ഈ യമധർമ്മൻ അവിടുന്ന് എന്താണ് സംബോധന ചെയ്യുന്നതിന്. അങ്ങനെയാണ് ലീലാമാനുഷ്യ ഹേ വിഷ്ണു അല്ലെ, മനുഷ്യരൂപം ധരിച്ചതായിട്ടുള്ള ഹേ മഹാവിഷ്ണു എന്നാണ് ആ ഭഗവാനെ സംബോധന ചെയ്തത് അവിടെ. കാരണം അറിയാവുന്ന അർത്ഥം ഭഗവാനെ. എന്ത് കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടത്?
സർവഭൂതങ്ങളുടെയും ഹൃദയങ്ങളില് സർവഭൂതാശയാലയം അല്ലെ, എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്ന അദ്ദേഹത്തോട് ചോദിച്ചോടെ എന്ത് വേണം അങ്ങേക്ക്. അപ്പം യമപുരിയുടെ വിശദമായിട്ടുള്ള ഒരു വർണ്ണന പല പുരാണങ്ങളിലൊക്കെ കാണാൻ സാധിക്കോടെ. എന്തായാലും ഭഗവാൻ പറഞ്ഞു, ഗുരുപുത്രം ഇഹാനീതം നിചകർമ്മ നിബന്ധനം ആനയസ്വ മഹാരാജ മച്ഛാസന പുരസ്കൃത. ആനയസ്വ മഹാരാജ, അതായത് ആ ഗുരുപുത്രന് അകാല മൃത്യു സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ്? പ്രാരബ്ധ ഫലം കൊണ്ടാണ്. എങ്കിലും നമ്മുടെ ആജ്ഞ മാനിച്ചുകൊണ്ട് അയാളെ അവിടെ തിരിച്ചു തന്നാലും ഇത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഗുരുനാഥന്റെ അടുത്ത് കൊണ്ട് ഏൽപ്പിക്കണം. അപ്പം ഇത് പക്ഷേ എന്താണ്, ഈ ഉണ്ണി ഗുരുപുത്രനായതുകൊണ്ട് ഇതിന് ഒരു അപവാദമായിക്കൊണ്ട് പരിഗണിക്കാമെന്നും താൻ ഓരോരുത്തരായിട്ട് വീണ്ടെടുത്ത് ആ യമധർമ്മന്റെ കർത്തവ്യത്തിന് ഭംഗം വരുത്തുകയില്ല എന്നുമുള്ള ഒരു ഭാവത്തോടു കൂടി അവിടുന്ന് ആ ഉണ്ണിയെ അവിടുന്ന് സ്വീകരിക്കുന്നു. തഥേതി തേനോപാനീതം ഗുരുപുത്രം യദുത്തമൗ ദത്വാ സ്വഗുരവേ ഭൂയോ വൃണീഷ്വേതി തമൂചതു. അവിടെ പറയാണ് ശരിക്ക് യമധർമ്മൻ ആ ഗുരുപുത്രനെ കൊണ്ടുവന്ന്, അതായത് മനുഷ്യ ദേഹം ഘടിപ്പിച്ചുകൊണ്ട്, മർത്തേനയോ ഗുരുസുതം എന്ന് പറയാണ്, മനുഷ്യദേഹം ഘടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ബാലനെ സന്ദീപനിക്ക് ഗുരുദക്ഷിണയായിട്ട് അവിടുന്ന് സമർപ്പിച്ചു. ഇതുകൊണ്ട് ഗുരുദക്ഷിണ പൂർത്തിയായെന്ന് കരുതേണ്ട. ഇനിയും അവിടുന്ന് ആവശ്യമുള്ള വല്ലതും ഉണ്ടെങ്കിൽ അവിടുന്ന് വേണമെങ്കിൽ പറയാം, വിരോധമില്ല, അതെല്ലാം തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ആ രാമകൃഷ്ണന്മാര് ഗുരുനാഥനോട് പറഞ്ഞപ്പം വാത്സല്യപൂർവം ആ രാമകൃഷ്ണന്മാരെ തൻ്റെ ആ നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത് ആശീർവദിച്ചോടെ മറ്റു പറഞ്ഞു, ഭഗവാന്മാർ ഗുരുദക്ഷിണ വേണ്ട പോലെ ചെയ്തിരിക്കുന്നു എന്നും അതുപോലെ അവിടുത്തെ ആ ഒരു ഗുരുസ്ഥാനം ലഭിക്കുവാൻ ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ, അതിനധികം ഇനിയിപ്പോ എന്താ എനിക്ക് വേണ്ടത്, ഒന്നും ഇനി അവശേഷിക്കുന്നില്ല. ഇത്രയും പറഞ്ഞ് ആ രാമകൃഷ്ണന്മാരെ ഭഗവാന്മാർക്ക് നിർമ്മലമായിട്ടുള്ള യശസ് ഇനി ഉണ്ടാകും എന്നവിടുന്ന് പറഞ്ഞു. അതായത് സമ്യക് സമ്പാദിതോ വത്സ ഭവദ്ഭ്യാം ഗുരു നിഷ്ക്രിയ കോനുഷ്മൽ വിധ ഗുരോ കാമാനാവശിഷ്യതേ ഗച്ഛതം സ്വഗൃഹം വീരൗ കീർത്തിർവാമസ്തു പാവനി ഛന്ദാംശയാതയാമാനി ഭവന്തിഹ പരത്രജ. നിങ്ങള് ഗൃഹത്തിലേക്ക് പൊക്കോളൂ. നിങ്ങൾക്ക് എന്തൊക്കെ വിദ്യകളാണോ നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുള്ളത് അതെല്ലാം ഇഹത്തിലും പരത്തിലും ഒക്കെ വേണ്ട പോലെ അത് അല്ലെ, കീർത്തിർ വാമസ്തു പാവനി ഛന്ദാംസ യാതയാമാനി, ആ വേണ്ട പോലെയുള്ള വേദങ്ങളും വേദാംഗങ്ങളും ഒക്കെ വേണ്ട പോലെ വേദാദി വിദ്യകളൊക്കെ ഇഹത്തിലും പരത്തിലും ഒക്കെ ഒരിക്കലും വിസ്മൃതിയിൽ അകപ്പെടാതെ അത് നിലനിൽക്കുമെന്നും ഒക്കെ അവരുടെ ആ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ച് അവിടുന്ന് യാത്രാനുമതി നൽകി എന്ന് പറയാണ്. അങ്ങനെ അവര് അതിവേഗത്തിലുള്ള രഥത്തിൽ മധുരയിലെ സ്വഭവനത്തിലേക്ക് മടങ്ങി. അവിടുന്ന് രഥവേഗം ഇടിമുഴക്കം പോലെ അവിടെ വഴിനീളെ ഇങ്ങനെ മാറ്റുല്ലി കൊണ്ടുകൂടെ അങ്ങനെ ധാരാളം കാലം ഇവരെ കാണാതെ ഇരുന്നതായിട്ടുള്ള ആ മധുരാവാസികള് രാമകൃഷ്ണന്മാർ വന്നപ്പോൾ നഷ്ടപ്പെട്ടതായിട്ടുള്ള ധനം തിരിച്ചു കിട്ടിയത് പോലെ അവരിതാ ആനന്ദിച്ചു എന്ന് പറയാണ്. ആ പാഞ്ചജന്യ ധ്വനി ഒന്ന് കേൾക്കുവാൻ വേണ്ടി അവരെ മോഹിച്ചിരിക്കുകയാണ് ആ മധുരാവാസികൾ. എന്തായാലും അങ്ങനെയുള്ള ആ ഗുരുദക്ഷിണ എന്നുള്ള ഒരു ഭാഗം നമുക്കും ഭഗവാന്റെ പാദങ്ങളിൽ അവിടെ സമർപ്പിക്കാം. ഇവിടെ പറയുന്നുണ്ട്, ഗുരുദക്ഷിണ കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഗുരുനാഥന്റെ അനുജ്ഞയോടുകൂടി സ്നാനം ചെയ്യണം എന്നൊരു വിശേഷം. ഗുരവേ ദക്ഷിണാം ദത്വാ സ്നായാൽ ഗുരു അനുമോദിത. അപ്പം അതും അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് സ്പഷ്ടം കാണാൻ സാധിക്കും. എന്തായാലും ആ സ്നാനാനന്തരം സ്വഗൃഹത്തിലേക്കുള്ള മടങ്ങി വരവാണ് പിന്നീട് സമാവർത്തനം എന്ന് പറയുന്ന ആ അടുത്ത സംസ്കാരക്രിയ. സമാവർത്തനം എന്നുള്ളത് ഇവയ്ക്കെല്ലാം പല ചടങ്ങുകളുണ്ട്. അപ്പം ഉപനയനം കഴിഞ്ഞ് ഗുരുകുലവാസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്നാനം ചെയ്തു കഴിഞ്ഞാലാണ് സമാവർത്തനം. എന്തായാലും ഇന്നും നമുക്ക് ആ
ഇന്നത്തെ ഈ ഭാഗങ്ങളൊക്കെ ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിക്കാം. ഇനി പാരായണത്തിലേക്ക് കിടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.